ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അൽഫലാഖ് സർവകലാശാലയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇഡി 140 കോടിയുടെ സ്വത്തുക്കളാണ് ഇഡി കണ്ടുകെട്ടിയത്. അബ്ദുൾ റഷീദ്, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇഡിയുടെ നടപടിയെന്ന് മനസ്സിലാക്കുന്നു. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് അൽഫലാഹ് സർവകലാശാലയുടെ 140 കോടിയുടെ സ്വത്തുക്കൾ ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. വിവിധ മേഖലകളിലുള്ള സ്വത്തുക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത്. 54 ഏക്കർ ഭൂമി അടക്കമുള്ള സ്വത്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട, അതായത് സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഇഡിയും CBIയും ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെയും അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ക്രമക്കേടുകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇഡി കണ്ടെത്തുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വിവിധ മേഖലകളിലുള്ള ഭൂമികളും കെട്ടിടങ്ങളും അടക്കം 140 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം ഇതിൻ്റെ നേതാക്കൾ വിവിധ മുതിർന്ന ഉദ്യോഗസ്ഥർക്കടക്കം നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 13 പേരുടെ മരണത്തിനിടയാക്കിയ ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഇഡിയും അതോടൊപ്പം NIAയും വ്യക്തമാക്കിയിട്ടുള്ളത്. ആര്യ.